ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. വീട്ടിലെല്ലാവർക്കും പനി പിടിച്ചു. എൻ്റെയൊക്കെ പനി മാറി, പക്ഷേ സൗണ്ട് എപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നൊരു തനി നാടൻ ഒരു കറിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് കണവ റോസ്റ്റാണേ. കൂന്തൽ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ തനി നാടൻ രീതിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് ചൂടായ മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വലിയ ഉള്ളി ചേർക്കാം. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ എനിക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി. നമ്മളിതിലേക്ക് മുളക് പൊടി ഒട്ടും ചേർക്കണില്ല കേട്ടോ. അതിന് പകരം എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ആ കുരുമുളക് പൊടി നമുക്ക് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറണ വരെ ഇളക്കിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അതിലേക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പിന്നെ അതിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടില്ല, വേവണേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്നും കൂടി മൂടി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ബാക്കി കുരുമുളക് കൂടി കുറച്ച് ചേർക്കുന്നുണ്ട്.
അങ്ങനത്തെ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ പണി കഴിഞ്ഞിട്ടില്ല, അതിന് ചെറിയൊരു പണിയും കൂടി ഉണ്ട് നമുക്ക്. അപ്പോൾ അത് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നാളികേരക്കൊത്ത് വറുത്തെടുക്കുക. ഏറ്റവും ലാസ്റ്റ് പണിയാണ് കേട്ടോ അത്. ബ്രൗൺ നിറം ആവണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതായിട്ടുണ്ട്. നമുക്കിനി മറ്റേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും സിമ്പിൾ മെത്തേഡുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. നല്ല തനി നാടൻ രീതിക്കാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.